ഹായ് മക്കളെ, 10 ദിവസം എന്ന് ഞാൻ പറയുന്നു. 2 ദിവസം കൂടെ കൂടുതൽ ഉണ്ടാകും. എങ്കിലും എഫക്റ്റീവ്ലി നമ്മുടെ മുമ്പിൽ ഒരു 10 ഡേയ്സ് നമുക്ക് ലാസ്റ്റ് ലാപ്പായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ടോപ്പേഴ്സ് ഈ 10 ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയാം കുറച്ച് ചാപ്റ്ററുകൾ നിങ്ങൾ എന്നോട് ചോദിച്ചതുണ്ട്. അത് ഈ 10 ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് സെറ്റാക്കി കയ്യിൽ തരും. കൂടാണ്ട് എൻറ്റയർ സിലബസ് തീർക്കാനുള്ള ഒരു പ്ലാനും വരുന്നുണ്ട്. അത് പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ പ്ലാൻ നിങ്ങൾക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നാളെ മുതൽ നമ്മൾ സ്റ്റാർട്ട് ആക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം, നാളെ ഓർഗാനിക് കെമിസ്ട്രിയുടെ മാരത്തോൺ ഉണ്ടാകും. അങ്ങനെ മാരത്തോണുകളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് സൂപ്പർ 45 എന്നുള്ള രീതിയിൽ കംപ്ലീറ്റ് നമ്മൾ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ആ സബ്ജക്റ്റിൽ ഡിസ്കസ് ചെയ്ത് പോകുന്ന ഒരു സെഷനും വരുന്നുണ്ട്. ബാക്കി റെക്കോർഡഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഫാസ്റ്റ് ആയിട്ട് ലാസ്റ്റ് സമയം ടെൻഷൻ ഇല്ലാതെ മുമ്പോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തരും. ഈ 10 ദിവസം ടോപ്പേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത് അത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരിപാടി എളുപ്പമാവും. ടോപ്പേഴ്സ് ചെയ്യുന്നതും നിങ്ങൾ ചെയ്യാത്തതുമായിട്ട്, ചില ആളുകൾ ചെയ്യാത്തതുമായ കാര്യങ്ങൾ, അതാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്യുന്നത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ടോപ്പേഴ്സ് എന്തൊക്കെ ചെയ്യുന്നു അത് തന്നെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ടോപ്പറായി മാറാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങൾ ചെയ്യുന്ന കുറെ മിസ്റ്റേക്സ് അത് ഞാൻ എന്ത് ചെയ്യാണ് എടുത്ത് പറയാൻ വേണ്ടി പോവാണ് ഈ 10 ദിവസങ്ങൾ. ശ്രദ്ധിച്ചിരിക്കണം. അതിൽ ഒന്നാമത്തേതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുതിയ ബുക്കുകൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അവോയ്ഡ് ന്യൂ ബുക്സ്. അവസാന നിമിഷങ്ങളിൽ ചില ആളുകൾക്ക് ഒരു ആക്രാന്തം തോന്നും. പുതിയ ബുക്കുകൾ കണ്ടാൽ അത് പോയി ഒന്ന് വായിച്ചു നോക്കാന്നുള്ളൊരു തോന്നൽ, അത് ഭയങ്കരമായ ഒരു മണ്ടത്തരമാണ് നിങ്ങൾ കാണിക്കുന്നത്. ഡിഫിക്കൽട്ടായിട്ട് നിങ്ങളെ വീണ്ടും എന്ത് ചെയ്യും, ടെൻഷനിലേക്കും ഒക്കെ കൊണ്ടുപോകുന്നതാണ്. അതുകൊണ്ട് പുതിയ ബുക്കൊന്നും വായിക്കരുത്. NCERT വായിക്കുക, കൂടെ DPP. എനിക്കറിയാം ഓഫ്ലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ DPP ഉണ്ടാകും, ക്ലാസ് സ്റ്റുഡൻസിന് ഉൾപ്പെടെ DPP നോട്ട്സ്, നിങ്ങൾ ഓൺ പ്രിപ്പയർ ചെയ്ത നോട്ട് ഉണ്ടെങ്കിൽ അത് മാത്രമേ വായിക്കാവുള്ളൂ. പുതിയതൊന്നും എന്ത് ചെയ്യരുത്, അവോയ്ഡ് ന്യൂ ബുക്സ് ഒന്നും വായിക്കരുത്. റെഡിയല്ലേ? രണ്ടാമത്തെ കാര്യം, റിവൈസ് ചെയ്യുമ്പോൾ എങ്ങനെ റിവൈസ് ചെയ്യണം. ഇപ്പൊ ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിച്ച ചാപ്റ്ററുകൾ, പുതിയ ചാപ്റ്റർ ഒന്നും പഠിക്കാൻ പോകരുത്. പുതിയ ഒരു ചാപ്റ്ററും ഇനി പഠിച്ചത് മാത്രം റിവൈസ് ചെയ്യുക. റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെയാണ് റിവൈസ് ചെയ്യേണ്ടത്? കാര്യം ഇനി പുതിയ ചാപ്റ്റർ പഠിക്കാനുള്ള സമയമില്ല. 10 ദിവസത്തിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച പാഠങ്ങൾ ഒന്നും കൂടെ വായിക്കാന്നുള്ളതാണ് വേണ്ടത്. അപ്പം വായിക്കുമ്പോഴത്തേക്കും അത് റീകോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കരുത്. ഫസ്റ്റ് റൗണ്ട് എന്ത് ചെയ്യുക, ഒന്ന് റീഡ് ചെയ്യുക. ദെൻ അതിനകത്ത് ചോദ്യങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ചെറുതായിട്ട് സൈഡിൽ എഴുതി നോക്കുക. ഒരു ചോദ്യം കാണുന്നു, യെസ് ഈ ക്വസ്റ്റ്യൻ വന്നാൽ ഈ ഇക്വേഷൻ ആണ് ഇടേണ്ടത്, ഇക്വേഷനായിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പൊ ഏത് ഇക്വേഷൻ ആണ് ഇടേണ്ടതെന്ന് നിങ്ങൾ എഴുതി നോക്കണമെന്ന്. ആൻസർ നിങ്ങൾക്ക് ഇനി ചിലപ്പോൾ ചെയ്ത് നോക്കേണ്ടി വരില്ല. ഇതിട്ടുമ്പോൾ ഓപ്ഷൻ ചെയ്യുന്നതാണ് കിട്ടുന്നത്. ആൻസർ നിങ്ങൾ മോക്ക് എഴുതുമ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് പഠിക്കുക. അപ്പൊ റിവൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്ന കാര്യമാണ്, ആദ്യത്തവണ വായിക്കണം, വായിക്കാതെ റീകോൾ ചെയ്തിരിക്കരുത്. വായിക്കുക, ജസ്റ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ദെൻ എന്ത് ചെയ്യുക, ഒരു റൗണ്ട് ആ ചാപ്റ്റർ തീർന്നു കഴിയുമ്പോൾ ഒന്ന് റീകോൾ ചെയ്ത് നോക്കുക. ഏതൊക്കെ ഇക്വേഷൻസ് ഞാൻ പഠിച്ചു, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ബയോളജിയിലാണെങ്കിൽ ഏതൊക്കെ ഞാൻ പുതിയ ടേംസുകൾ കേട്ടിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണ് ഇതിൽ വരുന്നതെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, റിവൈസ് ചെയ്ത് പോകുക. ഈ ഒരു പാറ്റേണിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഇനി വരുന്ന ദിവസങ്ങളിൽ റിവൈസ് ചെയ്യണം. അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിച്ചിരിക്കുന്നതിൽ കാര്യമില്ല. വായിക്കണം, എടുത്തു വെച്ച് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ, നാളെ ഓർഗാനിക് കെമിസ്ട്രിയുടെ മാരത്തോൺ ഉണ്ട്, ഓർഗാനിക് മൊത്തം എടുത്തു വെച്ചിട്ട് ഒന്ന് വായിക്കുക, ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക, ആൻസറുകൾ കണ്ടെത്തുക. ദെൻ ഒന്ന് ആ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും അടച്ചു വെച്ചിട്ട് ഒന്ന് റീകോൾ ചെയ്യുക. നാളത്തെ ക്ലാസ്സും കൂടെ അറ്റൻഡ് ചെയ്യുമ്പോഴത്തേക്കും സെറ്റായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ വേണ്ടി പറ്റും. ആ കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പിച്ച് പോവുക. ആൻഡ് ഫൈനൽ ഒരു മാസ്റ്റർ നോട്ട്ബുക്കും കൂടെ ഒന്ന് എന്ത് ചെയ്യുക, ഒന്ന് സൈഡിൽ വെച്ചേക്കാം. എന്നിട്ട് നിങ്ങൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴത്തേക്കും ഒരു പേജിൽ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ ഒന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേക്കാം. അത് നിങ്ങൾക്ക് അവസാനത്തെ 2 ദിവസം റിവൈസ് ചെയ്യാൻ വേണ്ടി എടുക്കാം. നിങ്ങളുടെ ഓൺ ഹാൻഡ് റൈറ്റിംഗിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഒരു മാസ്റ്റർ നോട്ട്ബുക്ക് എന്ന് പറഞ്ഞ കാര്യം കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ആ മാസ്റ്റർ നോട്ട്ബുക്കിൽ നിങ്ങൾ ആദ്യം പഠിച്ച പാഠമാണെങ്കിൽ 10 ദിവസം നിങ്ങൾ എല്ലാ പാഠങ്ങളും ഒന്നും കൂടി റിവൈസ് ചെയ്യും. അപ്പോൾ ഫസ്റ്റ് പാഠം പഠിക്കുന്നു, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് മാത്രം ഒന്ന് അവിടെ നോട്ട് ചെയ്ത് വെക്കുന്നു. അപ്പം അതിനകത്ത് ചിലപ്പോൾ നെയിം റിയാക്ഷൻസ് മാത്രം, പേര് മാത്രമേ എഴുതുന്നുള്ളൂ. റിയാക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്തെടുക്കുക അവസാന ദിവസം. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങൾ, തെറ്റിക്കുന്ന കാര്യങ്ങൾ മാത്രം അവിടെ നിന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് അവസാന ദിവസം 2 ദിവസം നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി, 10 ദിവസം കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. പറഞ്ഞു മനസ്സിലായോ? അപ്പൊ മാസ്റ്റർ നോട്ട്ബുക്ക് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു കാര്യം ഓർത്ത് വെച്ചേക്കാം. റെഡി അല്ലേ? ആൻഡ് നിങ്ങൾ കോമൺ മിസ്റ്റേക്സ് ഉണ്ടാക്കുന്ന ഇതൊക്കെയാണ്. ട്രൈങ് ടു ഫിനിഷ് ന്യൂ ചാപ്റ്റേഴ്സ്. ഇനി ഒരു പുതിയ പാഠവും നിങ്ങൾ പഠിക്കാത്ത പാഠമാണെങ്കിൽ തൊട്ടു നോക്കരുത്, കാര്യമില്ല, വിട്ടേക്കുക. വെറുതെ അതിനെ പുറകെ പോയി ടെൻഷൻ അടിച്ച് പ്രാന്താകരുത്. ന്യൂ ചാപ്റ്റേഴ്സ് ആണെങ്കിൽ ഒഴിവാക്കുക. രണ്ടാമത്തത്, മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ അനാലിസിസ് നടത്തിയിരിക്കണം. 1 hour എങ്കിലും മിനിമം അനാലിസിസിന് എടുക്കണം. എനിക്ക് എന്ത് തെറ്റി, എന്ത് തെറ്റിയില്ല, അല്ലെ, എനിക്ക് എന്ത് കറക്റ്റ് ആയിട്ട് കിട്ടി, തെറ്റിയത് ഏതാണ്, ഏതൊക്കെ ശരിയായി, തെറ്റിയത് ഏതാണെങ്കിൽ അത് ഇനി തെറ്റിക്കില്ല എന്നുള്ളൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഓരോ എക്സാം കഴിയുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം, അനാലിസിസ്. അപ്പൊ വിത്തൗട്ട് അനാലിസിസ് എന്ന് പറയുന്നത് ഒരു സൂയിസൈഡൽ കാര്യമാണ്. അടുത്ത 10 ദിവസം നിങ്ങൾ എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾ ഉണ്ടെങ്കിൽ ആ മോക്ക് ടെസ്റ്റിന്റെ അനാലിസിസ് കൃത്യമായി നടത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇപ്പം ചില ആളുകൾ ചെയ്യുന്ന മിസ്റ്റേക്സ് ആണ്, ഉറക്കമില്ലാതിരുന്ന് പഠിക്കുക. ഒരു കാര്യമില്ല, 6 to 7 hours ഓഫ് സ്ലീപ്പ് എന്തായാലും വേണം. ഈ
വലിച്ചു വാരി ഭക്ഷണം കഴിക്കുക. കാര്യം ആ സമയം വെറുതെ എന്താണ് ഇരിക്കാൻ പറ്റുമല്ലോ കഴിക്കുമ്പോഴുള്ള സമയം എന്ന് പറഞ്ഞ് രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്ന് ഇങ്ങനെ കഴിക്കുന്ന ഒരു പരിപാടിയുണ്ട്. അത് നിങ്ങളെ ഭയങ്കര ടയേർഡ് ആക്കും. കൃത്യമായ അളവിൽ തന്നെ കഴിക്കുക. രാവിലെ കുറച്ച് ഏറെ കഴിക്കുക, അല്ലെ? ഉച്ചയ്ക്ക് എന്ത് ചെയ്യുക, വീണ്ടും കുറയ്ക്കുക, രാത്രി ഏറ്റവും കുറയ്ക്കുക. മാക്സിമം വെജിറ്റബിൾസ് ഒക്കെ തന്നെ ഈ സമയം എന്ത് ചെയ്യുക, കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരുപാട് ആവശ്യമില്ലാതെ നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് അതിനുവേണ്ടി ഡൈജഷൻ നടത്താൻ വേണ്ടിയുള്ള എഫേർട്ട് നമ്മുടെ ബ്ലഡ് സ്റ്റൊമക്കിലേക്ക് പോകേണ്ട അവസ്ഥ ഉണ്ടാക്കൽ. ബ്രെയിൻ അത്രയും ബ്ലഡ് സപ്ലൈ വേണ്ട ഒരു സമയമാണ്. അപ്പൊ 10 ദിവസം ഫുഡ് പറ്റുമെങ്കിൽ വെജ് ആയിട്ട് പ്രോട്ടീൻ ഒക്കെ ഉള്ള എഗ് ഒക്കെ കഴിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റുക. വേണ്ടാത്ത സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ അവോയ്ഡ് ചെയ്ത് വെക്കുക. റെഡിയല്ലേ മക്കളെ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഇറ്റ്സ് ദ ഫൈനൽ ലാപ്പ്. വെറുതെ കിട്ടുമോ ഇല്ലയോ എന്നുള്ള കൺഫ്യൂഷനോ ഓവർ തിങ്കിങ്ങോ ഒന്നുമല്ല. നിങ്ങൾ കുറെ നാളുമായിട്ട് കഷ്ടപ്പെട്ട് അല്ലെ, കുറെ കാര്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട്, ആഘോഷങ്ങളും എല്ലാം മാറ്റിവെച്ചിട്ട് നന്നായി പഠിച്ചിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും. 10 ദിവസം മതി മക്കളെ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഒന്നും കൂടെ മൂർച്ച കൂട്ടിയെടുക്കാൻ വേണ്ടിയും ആ ചോദ്യങ്ങളെ കൃത്യമായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടിയും. നിങ്ങൾ മനസ്സിലാക്കണം, പല ആളുകൾക്കും, പല ടോപ്പേഴ്സിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മോക്ക് എക്സാമിന് പോലും അവർ വിചാരിച്ച മാർക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന 600+, 650+, 700+ ഒന്നും എത്താത്തവർ പോലും അവസാന 10 ദിവസം കൊണ്ട് ഈ പറഞ്ഞ മെയിൻ എക്സാമിൽ അത്രയധികം കയറി വന്ന ആളുകളുണ്ട്. അപ്പം നിങ്ങൾക്കും അതിനുള്ള അവസരമുണ്ട്. ഈ 10 ദിവസം മാക്സിമം എനർജറ്റിക് ആയിട്ട് പഠിക്കുക. എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും, കൂടെ ഉണ്ടാകും നിങ്ങളോടൊപ്പം. എൻടയർ ടീം ഇതുവരെ ഉണ്ടായിരുന്നു. 100 ക്വസ്റ്റ്യൻ സീരീസ് ആയിക്കോട്ടെ, എല്ലാം കംപ്ലീറ്റ്ലി. പിന്നെ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നമ്മൾ എന്ത് ചെയ്യും, ഫിനിഷ് ചെയ്യുകയും ചെയ്യും ഈ 10 ദിവസം കൊണ്ട്. അപ്പൊ നമുക്ക് ഒരുമിച്ച് പോകാം. ടോപ്പേഴ്സ് ഇതൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങളും ഇതൊക്കെ തന്നെ ചെയ്യുക. ഫോക്കസ് ആയിട്ട് എന്ത് ചെയ്യുക, മുമ്പോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ് ഗൈസ്.